ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. എന്നുടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയിർ തന്നല്ലോ. എന്തത്ഭുതം ദൈവസ്നേഹത്തെ നാഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇളവുകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപിടം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത വൻകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ അടിയനെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുവാൻ സഹായിക്കണമേ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസത്തിലായിരിക്കുന്നവർ, കുടുംബജീവിതത്തിലായിരിക്കുന്നവർ, ഹാലയിൽ ജോലിയിലായിരിക്കുന്ന മക്കളെ എല്ലാവരും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭവനം പരിസരം ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള സർവ്വസമ്പത്തുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉപജീവന മാർഗം ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാം അവിടുത്തെ ദാനമാ. ഇന്നുവരെ പരിപാലിച്ചത് അവിടുന്ന്. വീണ്ടും ഞങ്ങളെ സഹായിപ്പാൻ സർവശക്തനാ ബലമുള്ള കരങ്ങളിലോട്ടാണ് ഏൽപ്പിച്ചു തരുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് ആ പൊന്നുകരം ഞങ്ങളെ ചേർത്ത് പിടിച്ച് അവിടുത്തെ വഴികളിൽ നടത്തേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. കർത്താവെ, ഞങ്ങളുടെ ഇഷ്ടമൊന്നുമല്ല കർത്താവെ, അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളിൽ നിറവേറ്റേണ്ടതിനായി സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവശങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആകായ്മകൾ, പോരായ്മകൾ, നന്ദികേടുകൾ, അവിശ്വസ്തതകളൊക്കെ വന്നു പോയിട്ടുണ്ട് കർത്താവേ. അവയെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് തങ്കച്ചോരയാൽ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധിയും വെടിപ്പുള്ളവരാക്കി തീർത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. വചനത്താലും ആത്മാവിനാലും അടിയങ്ങളെ നിയന്ത്രിച്ച് നടത്തണമേ. കർത്താവെ, നിറച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിംഗിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കർത്താവെ, പ്രൊമറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കളെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. ബുദ്ധി ജ്ഞാനവും അവർക്ക് കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തിച്ചേരണം. സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജയം കൊടുക്കണമേ കർത്താവേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നതും പ്രയത്നിക്കുന്നതുമായ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അത്ഭുതങ്ങളെ ചെയ്ത് നല്ല വഴികളിൽ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു തമ്പുരാനെ, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കരുണയുടെ കരം നീട്ടണമേ. അത്ഭുതത്തിൻ്റെ കരം നീട്ടണമേ. മനസ്സലിവ് കാണിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ കാത്തോണേ കർത്താവേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. നിൻ്റെ സമാധാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നവർക്ക് കർത്താവെ നല്ല തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാസന്തിയോളം കൂടെ ഇരിക്കണമേ അപ്പാ. ഉനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ കർത്താവെ. ആ പൊന്നുകരം ചാർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പാ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലയിൽ ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവ് വഴി തുറക്കും, നിശ്ചയമായും മാനിക്കും. ഞങ്ങളുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് വിശ്വസിച്ച് ഉറച്ചിരിക്കുക കർത്താവേ. ആമേൻ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായും ശത്രു അടച്ചതൊക്കെയും സ്വർഗം തുറക്കും. എൻ്റെ കർത്താവിൻ്റെ കരമതിന്മേൽ പ്രവർത്തിക്കും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹാലലുയ്യ, ഹാലലുയ്യ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം യാത്ര പോകുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നവരുടെ യാത്രകളിലെല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി നന്ദി പറയുന്നു. പുതുവർഷത്തിൽ വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും സമാധാനങ്ങളും സന്തോഷങ്ങളും സൗഖ്യങ്ങളും ദൈവകൃപകളും കൊണ്ട് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ, ശ്രേഷ്ഠമായി നടത്തണമേ കർത്താവേ. പൊന്നുകരം ചാർത്ത് പിടിച്ചോണേ അപ്പാ. എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും വാഹനത്തിൽ കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ അപ്പാ. നിൻ്റെ കൃപയിൽ അങ്ങ് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിന്മേലും സ്വർഗത്തിലേപ്പൻ്റെ കരം ചേർത്ത് വയ്ക്കണമേ, അനുഗ്രഹിച്ച് നൽകണമേ കർത്താവേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചോണേ. ആമേൻ. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തോണേ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ഞങ്ങളുടെ രോഗികൾ ആശുപത്രി മുറികളിലും ഭവനങ്ങളെയും അയ്യം വിളിക്കുന്നവർ, കിടക്കകളിലായിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് വിധേയപ്പെട്ടവരുണ്ട്. എൻ്റെ കർത്താവെ, ചുമയാലെ പനിയാലെ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കഫക്കെട്ടിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ആസ്മാരോഗത്താൽ ഭാരപ്പെടുന്നവർ, തൈറോയ്ഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ വന്നും കുഴപ്പമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു കർത്താവ്, മാനസികമായ ഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ എൻ്റെ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കൈകാലുകൾക്ക് ചലനമില്ലാതെ കിടക്കകളിലായിരിക്കുന്നവർ എൻ്റെ കർത്താവെ, സ്വന്തം കാര്യം ചെതിർപ്പാൻ ബലപ്പെടുത്തണമേ. എൻ്റെ കർത്താവിൻ്റെ കരം ചലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, ഞങ്ങളുടെ രോഗികളെ സൗഖ്യം കാത്തു കിടക്കുന്നവർക്ക് എൻ്റെ അപ്പൻ്റെ സൗഖ്യം നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ, അങ്ങയ്ക്ക് സകലതും സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. നിൻ്റെ കൃപയും ശക്തിയും വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഏൽപ്പിക്കുക, അനാഥരെയും വിധവകളെയും സമർപ്പിക്കുക, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, യുവാക്കന്മാരെ സമർപ്പിക്കുന്നു, പൈതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. അരുതാർത്ഥത്തിലൊന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അകപ്പെട്ടുവാൻ അനുവദിക്കരുത്. ഞങ്ങളുടെ യുവാക്കന്മാരെ കാത്തോണേ കർത്താവെ. ദൈവാശ്രയത്തിൽ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങളിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ നിലവിളിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അവരോട് മനസ്സറിയണമേ. മദ്യപാനികൾക്ക് മാനസാന്തരം കൊടുക്കണമേ അപ്പാ. മനസ്സറിയണമേ എന്നടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരത്താൽ വലയുന്ന ജീവിതങ്ങൾ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ എൻ്റെ കർത്താവെ, ഭവനം പണിത് അല്ലെങ്കിൽ കർത്താവെ പൂർത്തീകരിച്ച് പാർക്കുവാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്നവരെ ഒക്കെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാം എൻ്റെ കർത്താവാണ്. അവിടുന്ന് എല്ലാം ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല പ്രിയപ്പെട്ടവരുടെയും ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാകട്ടെ കർത്താവെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഒരു നാളിൽ ലജ്ജിച്ച് പറഞ്ഞ് സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൈവം, ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന കർത്താവ്, സകലത്തിനും മതിയായവനാകിയാൽ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ, സഹോദരവർഗ്ഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ കർത്താവെ. വിസ ലഭിക്കേണ്ട ജീവിതങ്ങൾ, വിസ ലഭിച്ച ജീവിതങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരെ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർ, ആമേൻ, മെഡിക്കലിനായി കാത്തിരിക്കുന്നവർ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വിദേശത്ത് കടന്നു പോകാൻ ടിക്കറ്റിനായി കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥാ, നീ വഴി തുറക്കുന്ന ദൈവമാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കൾക്കും ആവശ്യമാർന്നത് ഉയർത്തിൽ ദാനമായി കൊടുത്ത് അവരുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കണം, ഏറിയ ദൈവകൃപയിൽ ജീവിപ്പാൻ തക്കണം, സ്വർഗം സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സ്തോത്രം. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരേണ്ട ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ കർത്താവേ. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. എല്ലാ മക്കളുടെയും രട്ടുകളെ അഴിച്ചുകൊണ്ട് സന്തോഷമൊഴിപ്പിക്കുന്ന ദൈവം, ആമേൻ, ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുക കർത്താവേ.
ഹല്ലേലൂയ. നന്ദി പിതാവ്. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ, എല്ലാ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ, സുവിശേഷ വേലകളെ വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. സുവിശേഷ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്നവരെ വിടുവിക്കണമേ കർത്താവേ. എല്ലാം പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. ആമേൻ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.